നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മന്ത്രി KM മാണിക്കെതിരെ ബാർ കോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. 700-ലധികം ബാറുകൾക്കാണ് ഇടതു സർക്കാർ അനുമതി നൽകിയത്. ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി MP രാജേഷിന്റെ പാലക്കാട്ടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. UDF-ന്റെയും LDF-ന്റെയും മദ്യനയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ക്യാബിനറ്റും മന്ത്രിമാരും അറിയാത്ത കാര്യങ്ങൾ ദുർവ്യാഖ്യാനിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ. പാലക്കാട് മുണ്ടൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് ജില്ലാ പ്രൈവറ്റ് ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം BMS-ന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം, 13 പേർക്ക് പരിക്ക്. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ടെലിഫോൺ പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. അഞ്ചങ്ങാടി സ്വദേശി മുസ്ലിം വീട്ടിൽ മുഹമ്മദാണ് മരിച്ചത്. SSLC +2 പരീക്ഷകളിൽ മികവിന്റെ മുദ്ര ചാർത്തിയ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളെ മികവിലേക്ക് നയിച്ച വിദ്യാലയങ്ങൾക്കും സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും അനുമോദന പ്രവാഹം. ചേലക്കരയിൽ നടന്ന അനുമോദന സദസ്സ് ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണനും മുണ്ടൂരിൽ നടന്ന അനുമോദന സദസ്സ് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദും ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്കിൽ മൺസൂൺ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. ഡ്രൈനേജുകൾ ശുചീകരിക്കാനും മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി ഫോഗിംഗ് നടപ്പാക്കാനും ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതത്തിന് പ്രയാസം സൃഷ്ടിച്ച റോഡിനും കുളത്തിനും മധ്യേ സംരക്ഷണ ഭിത്തിയൊരുക്കി. മണ്ണൂർ 2-ാം വാർഡിലെ സൊസൈറ്റി കൊപ്പം റോഡിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിനും സമീപത്തെ റോഡിനും മധ്യേയാണ് വാർഡംഗം ഹുസൈൻ ഷഫീഖിന്റെ നേതൃത്വത്തിൽ 8 ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. ബാർകോഴ ആരോപണത്തിൽ മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നും ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ പാലക്കാട്ടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി KM മാണിക്കെതിരെ ബാർകോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനം ഉയർത്തിക്കാട്ടി അധികാരത്തിൽ വന്ന LDF കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്നും 700-ലധികം ബാറുകൾക്കാണ് ഇടത് സർക്കാർ അനുമതി നൽകിയത്. ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളത്. ബാർ സമയം ദീർഘിപ്പിക്കാനും 1-ാം തീയതിയിലെ ഒഴിവില്ലാതാക്കാനുമായി ഓരോ ബാർ ഉടമകളിൽ നിന്നും ലക്ഷങ്ങൾ പിരിക്കാനാണ് നീക്കം നടന്നത്. കള്ളം കയ്യോടെ പുറത്തുവന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് മന്ത്രി രാജേഷും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസും ശ്രമിക്കുന്നത്. ചില മദ്യവിരുദ്ധ സംഘടനകളെയും സമിതികളെയും വില കൊടുത്തു വാങ്ങിയാണ് ബാർകോഴയ്ക്ക് കളമൊരുക്കിയതെന്നും നിജസ്ഥിതി പുറത്തുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. കാടാങ്കുടി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസത്തിന്റെ പേരിലാ ചർച്ച. കേരളത്തിലെ ടൂറിസം വരണമെങ്കിൽ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ഇവിടെ മദ്യം കൊടുത്തേ പറ്റൂ. അതുമാത്രമല്ല, IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ തീരുമാനിക്കുക. IT പ്രൊഫഷണലുകൾക്ക് 2 എണ്ണം അടിച്ചാൽ മാത്രമേ IT പ്രൊഫഷണലുകൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുള്ളത്. ആ രീതിയിലേക്ക് ഇടതുപക്ഷം കേരളത്തിൽ മാറിയിരിക്കുക. കേരളത്തിലെ യുവത്വത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നടപടികളുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ പോകുന്നത്. MP രാജേഷ് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല. 21-ാം തീയതി ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട 12 മണി വരെയായിട്ട് മദ്യശാലകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ എടുത്തു കളയാനുമായിട്ടുള്ള അജണ്ടയായിട്ടാണ് യോഗം. പ്രതിഷേധ മാർച്ചിൽ യുവമോർച്ച പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി. BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി K ഷീനു, ജില്ലാ ഉപാധ്യക്ഷ S ഐശ്വര്യ, ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണു എടക്കാട്ട്, KV പ്രിയ, ജില്ലാ ട്രഷറർ L നിർമ്മൽകുമാർ, G അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. BJP പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ C മധു,
OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി G. പ്രഭാകരൻ, BJP മണ്ഡലം പ്രസിഡന്റ്മാരായ ബാബു വെണ്ണക്കര, പ്രമോദ് കുമാർ, യുവമോർച്ച ഭാരവാഹികളായ രാഹുൽ മണലി, NR രാമകൃഷ്ണൻ, RG മിലൻ, ദീപക് കൊടുമ്പ്, ശ്രേയസ്, സുരേഷ്, കേശവൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബാർക്കോഴ വിവാദത്തിൽ പ്രതികരിച്ച മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ, UDF-ന്റെയും LDF-ന്റെയും മദ്യനയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരും പാർട്ടിയും ചർച്ച നടത്തിയിട്ടില്ലെന്നും AK ബാലൻ പറഞ്ഞു. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് UDF-ന്റെ മദ്യനയവും LDF-ന്റെ മദ്യനയവും രണ്ടും രണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി കള്ളവാറ്റും കള്ളച്ചാരായവും ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവർക്ക് ചില ഏജൻസികൾ, ചില സംവിധാനങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവരുടെ മദ്യനയം. അതല്ല ഞങ്ങളുടെ മദ്യനയം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, തീരുമാനിച്ചിട്ടുമില്ലല്ലോ. കടമെടുപ്പ് പരിധി കുറച്ചതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി സെക്രട്ടറി തലത്തിലുള്ള ചർച്ചയിൽ വന്നതാണ് ഡ്രൈ ഡേ പിൻവലിക്കുന്ന കാര്യം. പക്ഷേ അതിന് സർക്കാരുമായോ പാർട്ടിയുമായോ ബന്ധമില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ടൊരു പ്രക്രിയയും ആരംഭിച്ചിട്ടില്ല. ഇത് ചീഫ് സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞു, നയപരമായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല, വകുപ്പ് ആലോചിച്ചിട്ടേ ഇല്ല. ഇത് ചീഫ് സെക്രട്ടറി അത് കൃത്യമായി പറഞ്ഞു. അതിന് പുറമെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. ഇത് കഴിഞ്ഞ പ്രാവശ്യം രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട്, ഒരു അഴിമതി ആരോപണം എവിടെ എത്തി? നിലവിൽ സർക്കാരിനെതിരെ അനാവശ്യ ആരോപണങ്ങളാണ് ഉയർന്നുവരുന്നതെന്നും K-Phone, എക്സാലോജിക്, ഇപ്പോൾ മദ്യനയം തുടങ്ങി മുൻപുന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ജനങ്ങൾക്കറിയാമെന്നും AK ബാലൻ പരിഹസിച്ചു. ക്യാബിനറ്റും മന്ത്രിമാരും അറിയാത്ത കാര്യം ദുർവ്യാഖ്യാനിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങൾ വെച്ചാണ്. ചിലർക്ക് പിടിപെട്ടിട്ടുള്ള ഈ രോഗം ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ലെന്നും AK ബാലൻ പറഞ്ഞു. പാലക്കാട് മുണ്ടൂര് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് ജില്ലാ പ്രൈവറ്റ് ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം BMS-ന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ധർണ BMS ജില്ലാ പ്രസിഡന്റ് ശിവൻ തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന സർക്കാരിന്റെ ടാക്സ് ഉൾപ്പെടെ വൻ നികുതി കൊള്ളയാണ് മോട്ടോർ വാഹന വിഭാഗത്തിൽ നിന്നും നിരന്തരം ഈടാക്കുന്നത്. എന്നാൽ മോട്ടോർ വാഹന ഉടമകൾക്കോ ജീവനക്കാർക്കോ യാതൊരു സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ചരക്ക് ഗതാഗത മേഖലയിൽ ഏകീകൃത വാടക നിരക്ക് പ്രഖ്യാപിക്കണമെന്നും പ്രവർത്തനത്തിലെ പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും സലീം തെന്നിലാപുരം ആവശ്യപ്പെട്ടു. അശുഭകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് ഇല്ലാതാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ചരക്ക് ഗതാഗത മേഖലയിൽ ഒരു ഏകീകൃതമായ വാടക നിരക്കുണ്ടാക്കുവാൻ, ആ മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഗവൺമെന്റ് തയ്യാറാകണം. അതോടൊപ്പം നമുക്കറിയാം, കേരളത്തിൽ മോട്ടോർ മേഖലയിൽ മോട്ടോർ വകുപ്പ് എന്ന് പറയുന്ന വലിയൊരു വകുപ്പ് തന്നെ, ഡിപ്പാർട്ട്മെന്റ് തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഇന്ന് ആ മോട്ടോർ വകുപ്പിന്റെ പണി എന്താ? ആൾക്കവലകളിലും അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡുകളിലും പറ്റിയിരുന്നു കൊണ്ട്, ആരും കാണാതെ പറ്റിയിരുന്നു കൊണ്ട് നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ ഖജനാവിലേക്ക് പണം പിരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി കേരളത്തിലെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് അധപ്പതിച്ചിരിക്കുന്നു. യൂണിയൻ പ്രസിഡന്റ് MC സതീഷ് അധ്യക്ഷനായി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് V. ശിവദാസൻ, യൂണിയൻ ഭാരവാഹികളായ V. രാധാകൃഷ്ണൻ, N. സുബ്രഹ്മണ്യൻ, M. വീനസ്, CT സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 13 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം, ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നുച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് കൂടുതൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നിമറിയതാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു.
മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടം ഇല്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി താലൂക്കിൽ മൺസൂൺ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഓങ്ങല്ലൂരിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്ന് സബ് കളക്ടർ പറഞ്ഞു. ഡ്രൈനേജുകൾ ശുചീകരിക്കുക, മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാൻ ഫോഗിംഗ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളും നിർബന്ധമായും നടപ്പാക്കണമെന്ന് സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെയും ഓങ്ങല്ലൂർ പഞ്ചായത്തിലെയും ബന്ധപ്പെട്ടവർ പങ്കെടുക്കാത്തതിന് സബ് കളക്ടർ രൂക്ഷമായി വിമർശിച്ചു. ഓങ്ങല്ലൂരിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡ്രെയിനേജ്, സ്റ്റോം വാട്ടർ ഡ്രെയിൻസിൻ്റെ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന വഴിയിൽ തന്നെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട വഴിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, പല സ്റ്റോം വാട്ടർ ഡ്രെയിൻസും ബ്ലോക്കായി കിടക്കുകയാണ്. എങ്ങനെയാണ് വെള്ളം പോവുക? അത് മുമ്പേ കളക്ടറും കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. പല സ്ഥലത്തും വെള്ളക്കെട്ട് കൊള്ളുന്നത് സ്റ്റോം വാട്ടർ ഡ്രെയിൻസ് ഒക്കെ ക്ലോഗ് ചെയ്തിരിക്കുകയാണ്, മണ്ണുകൊണ്ടും അതുപോലെ തന്നെ മാലിന്യങ്ങളും. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളും ലോക്കൽ ബോഡീസും ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് എന്തായാലും ഡിസ്ട്രിക്ട് ലെവലിലും ഇതിൻ്റെ അവലോകനം ഉണ്ടാവും. യോഗത്തിൽ താലൂക്ക് തഹസീൽദാർ ബിന്ദു, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ദു മുഹമ്മദ് തുടങ്ങി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കര ശിവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികവ് തെളിയിച്ച വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി തന്നെ 2024 ശിവൻ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നൽകപ്പെടുന്ന ഈ അനുമോദന യോഗത്തിൽ എത്താൻ ശേഷി നേടിയ, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും A+ നേടിയ മുഴുവൻ കുട്ടികളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുക. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗം നടത്തുന്നു. ഇവിടെ നേരത്തെ ശിവപ്രസാദ് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ട്രസ്റ്റ് സ്ഥാപിക്കാൻ കാരണക്കാരനായ പ്രിയപ്പെട്ട ശിവനെക്കുറിച്ചുമൊക്കെ തന്നെ പറഞ്ഞു. 2024 SSLC ഹയർ സെക്കൻഡറി VHSE പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. സംഘാടക സമിതി ചെയർമാൻ C മുരുകേശൻ പരിപാടിയിൽ അധ്യക്ഷനായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ EN ശിവപ്രസാദ്, സംഘാടക സമിതി കൺവീനർ CK സുരേഷ് കുമാർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷെലീൽ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ മണ്ണിടിഞ്ഞ് ഗതാഗതത്തിന് ഭീഷണിയായ റോഡിനും കുളത്തിനും മധ്യേ സംരക്ഷണ ഭിത്തിയൊരുക്കി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ സൊസൈറ്റി കൊപ്പത്തിൽ റോഡിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗത പ്രയാസം സൃഷ്ടിച്ചിരുന്ന കുളം സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും കുളത്തിലേക്ക് മണ്ണിടിയുന്നത് മൂലം ഈ വഴിയുള്ള ഗതാഗതത്തിനും ഏറെ പ്രയാസമായിരുന്നു. ഇതേ തുടർന്നാണ് വാർഡംഗം ഹുസൈൻ ഷഫീഖിന്റെ നേതൃത്വത്തിൽ നടപടിയുണ്ടായത്. പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപ ചിലവിൽ റോഡിനും കുളത്തിനുമിടയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയായിരുന്നു. ഇതോടെ യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും ദുരിതത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. ഇവിടെ ഈ റോഡിന്റെ ഭാഗം ഇടിയുകയും അതുപോലെ തന്നെ യാത്രക്കാർക്ക് രാത്രിയൊന്നും വരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നേരെ ഈ കുളത്തിനുള്ളിലോട്ടാണ് വണ്ടിയടക്കം വീഴുന്ന ഒരു സ്വഭാവം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സംരക്ഷണമേകി ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് റോഡ് ഇടിയൽ മണ്ണിടിച്ചിലൊക്കെ മാറ്റിക്കൊണ്ട് സംരക്ഷണ ഭിത്തി പണിതിരിക്കുന്നത് 8 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് വളരെയധികം മനോഹരമായി തന്നെ ഇവിടെയുള്ള വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കുമൊക്കെ വളരെയധികം സൗകര്യപ്രദമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ടെലിഫോൺ പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. അഞ്ചങ്ങാടി സ്വദേശി മുസ്ലിം വീട്ടിൽ മുഹമ്മദാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. AISF മുണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുണ്ടൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അന്ന് പ്രത്യേകിച്ച് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകുന്നതിന്റെ ഒരു ചരിത്രം നമ്മൾ വിസ്മരിക്കരുത് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് പൊതുവെ നമുക്കൊരു താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രം പഠിക്കുന്നതിനോട് പോലും ഒരു താല്പര്യം പലരും കാണിക്കാറില്ല. 10ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം ചരിത്രം പഠിച്ചേ മതിയാവും എന്നുള്ളത് കൊണ്ട് ഹിസ്റ്ററി ഉള്ളൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ്, ഇങ്ങനെ എല്ലാം കൈമാറുക. നല്ലോണം പഠിക്കുന്നവരെല്ലാം അവരെല്ലാം സയൻസ് പഠിക്കും. നല്ലോണം പഠിക്കുന്നവരെല്ലാം സയൻസ് പഠിക്കും. പിന്നെ ഒന്നും കിട്ടാത്തവർക്കുള്ള ബാക്കിയുള്ള ആർട്സ് ആൻഡ് കൊമേഴ്സ് ഇത്തരം സബ്ജക്റ്റുകൾ എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും വെച്ച് വളർത്തുന്നത് ഇപ്പോഴും. പരിപാടിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 65ഓളം വിദ്യാർത്ഥികളെയും MBBS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സുരഭി ലക്ഷ്മണനെയും ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം സൂര്യ സുകുമാരനെയും മുണ്ടൂർ പഞ്ചായത്തിലെ മികച്ച കർഷകൻ പൂതന്നൂർ പൂച്ചെടിക്കാട് മുഹമ്മദ് അലിയെയുമാണ് അനുമോദിച്ചത്. അനുമോദന യോഗത്തിൽ AISF ജില്ലാ പ്രസിഡന്റ് അപർണ ബാലകൃഷ്ണൻ അധ്യക്ഷയായി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മുഖ്യ അതിഥിയായി. CPI മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി AR ബാലകൃഷ്ണൻ, AIBEA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, AITUC സംസ്ഥാന സെക്രട്ടറി ജയബാലൻ, AISF ജില്ലാ സെക്രട്ടറി K. ഷിനാഫ്, CPI മണ്ഡലം സെക്രട്ടറി TV വിജയൻ, AIYF മണ്ഡലം സെക്രട്ടറി വിജേഷ്, AISF മണ്ഡലം പ്രസിഡന്റ് രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നവീനമായ തൊഴിലവസരങ്ങളും മാർഗനിർദ്ദേശങ്ങളും എന്ന വിഷയത്തിൽ മേഴ്സി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനി AV ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അരങ്ങ് 2024 സർഗോത്സവത്തിന്റെ ജില്ലാതല കലോത്സവം പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. കലകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാണ്. ഏത് സമയത്തും അവരുടെ സഹകരണവും അവരോടുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ നാടിനോടുള്ള സഹകരണമാണ്. ഞാനതിൽ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ നാടിൻ്റെ ഒരു പുത്രനായിട്ട് ജനിച്ചതിൽ ഞാൻ വളരെ വളരെ അഭിമാനിക്കുകയാണ്. പരിപാടിയിൽ CDS ചെയർപേഴ്സൺ CR ലാസ്യ അധ്യക്ഷയായി. ചടങ്ങിൽ കുടുംബശ്രീയിൽ ധീരം കരാട്ടെ പരിശീലനം പൂർത്തീകരിച്ച 23 പെൺകുട്ടികളെ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അനുമോദിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ M. ഉണ്ണികൃഷ്ണൻ, ഹുസൈൻ ഷെഫീഖ്, AA ഷിഹാബ്, VM അൻവർ സാദിഖ്, സരിത, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ G. ജിജിൻ, F. ഗ്രീഷ്മ, പ്രധാനാധ്യാപിക T. അനിത, കോങ്ങാട് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ബ്ലോക്ക് തല മത്സരത്തിൽ വിജയികളായ 500 മത്സരാർത്ഥികളാണ് 76 ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വിജയൻ മഠത്തിലിന് യാത്രയയപ്പ് നൽകി. KSSPU കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമുചിതമായ യാത്രയയപ്പ് നൽകിയത്. കോട്ടായി സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യാത്രയയപ്പ് പരിപാടി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്കും ബാങ്ക് സെക്രട്ടറിയുമായിട്ടൊരു ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ബന്ധമാണ്.
KSSPU യൂണിറ്റ് പ്രസിഡന്റ് സി വാസു അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഉപഹാര സമർപ്പണം നടത്തി. ബാങ്ക് പ്രസിഡന്റ് കെ വിജയൻ, KSSPU ജില്ലാ ഭാരവാഹി പീതാംബരൻ, കോട്ടായി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ ജി ബാബു, സി വി രാമൻകുട്ടി, യൂണിറ്റ് ട്രഷറർ KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി വിജയൻ മഠത്തിൽ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KK ദേവദാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ UGC നെറ്റ് JRF ത്രിദിന ക്രാഷ് കോഴ്സിന് തുടക്കമായി. കോളേജിലെ സയൻസ് ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടന്ന പരിശീലന പരിപാടി പട്ടാമ്പി മുനിസിപ്പൽ കൌൺസിലർ മുനീറ ഉനൈസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും PhD നേടി നല്ല നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. 35 വയസ്സ് വരെ JRF നേടാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടായിക്കോളണമെന്നില്ല. അതുപോലെ തന്നെ JRFോട് കൂടിയിട്ട് നിങ്ങൾ പാസ്സായി, അതോടൊപ്പം തന്നെ 3 വർഷത്തിനുള്ളിൽ PhD കൂടി നേടണം. പട്ടാമ്പി നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലെ അറബിക് വിഭാഗവും കോളേജ് IQACയും സംയുക്തമായാണ് ത്രിദിന ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. പരിശീലന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ K രാജൻ അധ്യക്ഷനായി. ജൂൺ 18 ആരംഭിക്കുന്ന പരീക്ഷയെ അടിസ്ഥാനമാക്കി മാനവിക ഭാഷാ വിഷയങ്ങളിലെ ജനറൽ പേപ്പറിലെ വ്യത്യസ്ത ടോപ്പിക്കുകളിലാണ് ക്ലാസുകൾ നടക്കുന്നത്. മെയ് 30 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ നടക്കുന്ന സൗജന്യ കോഴ്സിൽ കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും മറ്റു കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അറബി വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ P അബ്ദു, അറബി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VM ഉമ്മർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ V അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പള്ളി മസ്ജിദ് ഹാദിയിൽ ഖിലാഫത്ത് ദിനം ആചരിച്ചു. പരിപാടി മൗലവി ഗുലാം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാഞ്ഞാൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രചാരണ കാര്യദർശിയായ T അനസ് സാഹിബ് അധ്യക്ഷനായി. റിയാസ് അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ റമീസ് അഹമ്മദ് ഖുർആൻ പാരായണവും TK മസ്രൂർ അഹമ്മദ് പദ്യ ആലാപനവും നടത്തി. തമ്മിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് കാരണത്തെക്കുറിച്ച് ഡൽഹിയിൽ ഒരു പത്രമാസിക ആലമി സഹാറ എന്ന് പറയുന്ന മാസിക പറയുന്നു, ഇത് മുസ്ലിങ്ങൾക്ക് ഒരു ആഗോള നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുകയാണ്, പത്രത്തിൽ എഴുതുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ തിരയിൽ തൃശൂർ ചേറ്റുവ പുഴയുടെ തീരത്ത് കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് ഭാഗികമായി തകർന്നു. മുനക്കടവ് അഴിമുഖം സ്വദേശി വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. പുലർച്ചെ മത്സ്യബന്ധനം നടത്താനായി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വഞ്ചി തകർന്ന വിവരമറിയുന്നത്. വഞ്ചിയിലുണ്ടായിരുന്ന വലകളും മറ്റ് സാമഗ്രികളും പൂർണ്ണമായും നശിച്ചു. കടലിനോട് ചേർന്ന മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് ഫൈബർ വഞ്ചി കെട്ടിയിരുന്നത്. ശക്തമായ തിരയടിച്ചതോടെ കയർ പൊട്ടിയ ശേഷം വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. മുനക്കക്കടവ് അഴിമുഖം സ്വദേശി വിനോദിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പിയുടെ സംഘടനാ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടന്നു. പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഹമ്മദ് മുഹ്സിൻ MLA നിർവഹിച്ചു. പ്രാധാന്യം എന്താണ്, പ്രത്യേകിച്ച് ചിത്രകലയുടെ പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാക്കിയിട്ടുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഏതു തരം മനുഷ്യരെയും ചിന്തിപ്പിക്കാൻ കലയ്ക്ക് കഴിയും. ചിത്രകലയ്ക്ക് പ്രത്യേകിച്ച് ഒരു കവിത ആസ്വദിക്കണമെങ്കിൽ അത്യാവശ്യം ഭാഷ അറിയണം. അതല്ലെങ്കിൽ അക്ഷരങ്ങളെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും അറിവില്ലാതെ കഴിയില്ല. എന്നാൽ ചിത്രകലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിരക്ഷരനായിട്ടുള്ള, നിരക്ഷരൻ എന്ന് പറയാൻ അക്ഷരമറിയാത്ത ആൾ എന്നുള്ള നിലയ്ക്ക് ഒന്നും അറിയാത്ത ആളായിരിക്കില്ല. ജനിച്ചു വീണാൽ തന്നെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്കും കാണാനും ആസ്വദിക്കാനും മാത്രമല്ല
അവൻ്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകളെയും കൊണ്ടുവരാനും കഴിയുന്നതാണ് ചിത്രകല. ചിത്രപ്രദർശനം ക്യാമ്പ് ഉദ്ഘാടനം ചിത്രകാരി ശ്രീജ പള്ളം നിർവഹിച്ചു. ശാസ്ത്രി ശർമ്മൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ PN പരമേശ്വരൻ അധ്യക്ഷനായി. കവി P രാമൻ, പ്രൊഫസർ CP ചിത്ര, പട്ടാമ്പി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N രാജൻ, നഗരസഭാ കൗൺസിലർ ലബീബ യൂസുഫ് തുടങ്ങിയവർ സംസാരിച്ചു. N ഇന്ദിര, ജ്യോതി അമ്പാട്ട് തുടങ്ങിയവർ പരിപാടിക്ക് നന്ദി അറിയിച്ചു. പട്ടാമ്പി പ്രദേശത്തെ ചിത്രശില്പ കലാപ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ്. തൊഴിൽപരമായും ജീവിതശൈലിയുടെ ഭാഗമായും കലാസൃഷ്ടി നടത്തുന്ന പട്ടാമ്പി പ്രദേശത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ മാസവും തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് ചിത്രകലാ ക്യാമ്പ് നടത്തുക, വർഷത്തിലൊരു പ്രദർശനം നടത്തുക എന്നതാണ് ക്യാമ്പിന്റെ പ്രാഥമിക ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി തെക്കുംകര മാലാകത്ത് കിണറിലെ വെള്ളം തിളച്ചുമറിയുന്നു. വടക്കാഞ്ചേരി മലാകം സ്വദേശി മേരിയുടെ വീട്ടുവളപ്പിലെ കിണറിലാണ് ഈ അപൂർവ പ്രതിഭാസം. രാവിലെയാണ് കിണറിലെ വെള്ളം ഇളകിമറിയുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങിയെത്തി കിണറിലേക്ക് നോക്കിയപ്പോഴാണ് വെള്ളം തിളച്ചുമറിയുന്നതായി ഗൃഹനാഥയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി മേഖലയിൽ ശക്തമായ മഴയുണ്ട്. പ്രദേശത്തെ ഒട്ടുമിക്ക കിണറുകളും നിറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ മേരിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം സംഭവിക്കുന്നത്. ഞാൻ രാവിലെ പാല് വണ്ടി കൊടുത്തേച്ച് വരുമ്പോഴേക്ക് വെറുതെ കിണറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അപ്പൊ എന്ത് വേണ്ടി ഇതിങ്ങനെ മറിഞ്ഞു വരണോ? ഞാൻ എല്ലാ സമയത്തും കിണറും നോക്കും. വെറുതെ നോക്കണ സന്തോഷം കൊണ്ട്. അപ്പൊ ഇന്നിപ്പോ കണ്ട കാഴ്ച ഇതാണ്. ഇതിപ്പോ ചില സമയത്ത് കൂടി വരും, ചില സമയത്ത് കുറഞ്ഞു പോകും. വിവരമറിഞ്ഞ നിരവധി പേരാണ് മേരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സംഭവം റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസം രൂപപ്പെടാൻ എന്താണ് കാരണമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മേരിയും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. PK സുധാകരൻ സ്മാരക ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറിയും നഗരസഭാ 3-ാം വാർഡ് CPM കമ്മിറ്റിയും സംയുക്തമായി SSLC+2 വിജയികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ പണം ചെലവഴിക്കുന്ന നാട് നമ്മുടെ കേരളം. അപ്പൊ നമുക്ക് ചിലർക്കെങ്കിലും തോന്നാം, ഞാൻ നന്നായി പഠിച്ചു, ഞാൻ മാർക്ക് വാങ്ങി, ഞാൻ ഗ്രേഡ് വാങ്ങി, എനിക്കുള്ള വിജയമാണ്, അത് എന്റേതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, അങ്ങനെ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നാം കേരളത്തിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പഠിക്കാനായത് എന്ന് നമ്മുടെ മക്കൾക്ക്, രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ലത, K അബ്ദുൽ നാസർ, വരോഡ് LC സെക്രട്ടറി PC സോമൻ, വാർഡ് കൗൺസിലർ K സുരേഷ്, വായനശാല അംഗം PK പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. അനുമോദന സദസ്സിനോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനശാല ചെയർപേഴ്സൺ ഡോക്ടർ സംഗീത ചേനമ്പുല്ലി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കരയിൽ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഠിപ്പ് കൂടിയതാണ്, അതാണ് പ്രശ്നം അല്ലേ? പണ്ട് ഈ ഓരോ കുടുംബങ്ങളിലും ഇപ്പം നമ്മൾ കുടുംബത്തിൻ്റെ വലിപ്പം അളക്കുന്നത് എത്ര മക്കളാ? 2 കുട്ടികൾ പോരാ. എത്ര മക്കളാ? 8 മക്കൾ. തരക്കേടില്ലാത്ത കുടുംബം അല്ലേ? അതുപോലെ ഈ 8 മക്കളുണ്ടെങ്കിലും പണ്ടത്തെ കുടുംബങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളാണ്. പരിപാടിയിൽ ഡയറക്ടർ പ്രവീൺ സേതുമാധവൻ അധ്യക്ഷനായി. സമൂഹത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് നടത്തി അവർക്ക് സാന്ത്വനം നൽകുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബിരുദം നേടിയ 10 പേരെ ആദരിച്ചു. പ്രശസ്ത ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രദീപ് തോട്ടേക്കാട് ക്ലാസുകൾ നയിച്ചു. ട്രിപ്പിൾ N അക്കാദമി ഡയറക്ടർ ജസീല മുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മന്ത്രി KM മാണിക്കെതിരെ ബാർക്കോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ.
700-ലധികം ബാറുകൾക്കാണ് ഇടതു സർക്കാർ അനുമതി നൽകിയത്. ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ പാലക്കാട്ടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും മദ്യനയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ക്യാബിനറ്റും മന്ത്രിമാരും അറിയാത്ത കാര്യങ്ങൾ ദുർവ്യാഖ്യാനിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും മുൻ മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലൻ പാലക്കാട് മുണ്ടൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് ജില്ലാ പ്രൈവറ്റ് ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം, 13 പേർക്ക് പരിക്ക്. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ടെലിഫോൺ പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. അഞ്ചങ്ങാടി സ്വദേശി മുസ്ലിം വീട്ടിൽ മുഹമ്മദാണ് മരിച്ചത്. SSLC +2 പരീക്ഷകളിൽ മികവിന്റെ മുദ്ര ചാർത്തിയ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളെ മികവിലേക്ക് നയിച്ച വിദ്യാലയങ്ങൾക്കും സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും അനുമോദന പ്രവാഹം. ചേലക്കരയിൽ നടന്ന അനുമോദന സദസ്സ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും മുണ്ടൂരിൽ നടന്ന അനുമോദന സദസ്സ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്കിൽ മൺസൂൺ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. ഡ്രൈനേജുകൾ ശുചീകരിക്കാനും മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി ഫോഗിംഗ് നടപ്പാക്കാനും ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതത്തിന് പ്രയാസം സൃഷ്ടിച്ച റോഡിനും കുളത്തിനും മധ്യേ സംരക്ഷണ ഭിത്തിയൊരുക്കി. മണ്ണൂർ 2-ാം വാർഡിലെ സൊസൈറ്റി കൊപ്പം റോഡിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിനും സമീപത്തെ റോഡിനും മധ്യേയാണ് വാർഡംഗം ഹുസൈൻ ഷഫീഖിന്റെ നേതൃത്വത്തിൽ 8 ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.